ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ മത്സരത്തിന് മുന്നേ ബ്രസീലിനെ പ്രകോപിപ്പിക്കുന്ന രീതിയിലാണ് ജാപ്പനീസ് താരമായ കെൻഡോ സംസാരിച്ചത്. മത്സരത്തിന് ശേഷം മാത്യൂസ് കുഞ്ഞ അദ്ദേഹത്തിന് മറുപടി നൽകുകയും ചെയ്തു എന്നുള്ളതാണ്. അതായത്, ഞങ്ങൾക്ക് 5 വേൾഡ് കപ്പുകൾ ഉണ്ട്, ഞങ്ങളുടെ മുന്നിൽ അഥവാ ബ്രസീലിന് മുന്നിൽ ജപ്പാൻ ചെറിയതാണ്, ഇനി നിന്റെ ശബ്ദം പൊങ്ങരുത് എന്നൊക്കെയാണ് മാത്യൂസ് കുഞ്ഞ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത്. ഇത് വലിയ രൂപത്തിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ ഈ വിഷയം വിവാദമാക്കേണ്ട ഒരു കാര്യമില്ല, ഇതൊക്കെ വേൾഡ് കപ്പിൻ്റെ ആവേശമാണ് എന്നാണ് വെയിൻ റൂണി പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ മത്സരത്തിന് മുന്നേ ആരെങ്കിലും പ്രകോപിപ്പിച്ചാൽ അതിൻ്റെ അനന്തരഫലം ഫൈനൽ വിസിലിന് ശേഷം നേരിടാൻ നിങ്ങൾ തയ്യാറാകണമെന്നും റൂണി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് 5 വേൾഡ് കപ്പുകൾ ഉണ്ട് എന്ന് മാത്യൂസ് കുഞ്ഞ ജാപ്പനീസ് താരത്തോട് പറഞ്ഞതായി ഞാൻ വായിച്ചു. അതിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ഇതൊക്കെ നോക്കൌട്ട് ഫുട്ബോളിൻ്റെ ആവേശത്തിൻ്റെ ഒരു ഭാഗമാണ്. മത്സരത്തിന് മുന്നേ നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഫൈനൽ വിസിലിന് ശേഷം കിട്ടാനുള്ളത് നേരിടാൻ നിങ്ങൾ തയ്യാറാവുകയും വേണം. കെൻഡോ അദ്ദേഹത്തിൻ്റെ പ്രകോപനങ്ങളിലൂടെ ബ്രസീലിന് കൂടുതൽ മോട്ടിവേഷൻ നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. ഓവർ കോൺഫിഡൻസ് കാണിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഫുട്ബോളിൽ അതിന് കാര്യമായ രൂപത്തിൽ മറുപടി ലഭിച്ചിരിക്കും. ഇതാണ് വെയിൻ റൂണി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത്, എന്തെങ്കിലുമൊക്കെ ഡയലോഗ് അടിച്ചാൽ മത്സരത്തിന് ശേഷം അതിനുള്ള മറുപടി ലഭിച്ചിരിക്കും. അത് ഫുട്ബോളിൽ അങ്ങനെയാണ്. ഫുട്ബോളിൽ ഒരിക്കലും ഓവർ കോൺഫിഡൻസ് കാണിക്കാൻ പാടില്ല, ഇങ്ങനെ പ്രകോപിപ്പിക്കാൻ പാടില്ല എന്നൊക്കെയാണ് വെയിൻ റൂണി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത മത്സരത്തിലെ എതിരാളികൾ നോർവേയാണ്. ആ മത്സരത്തിലും കുഞ്ഞ തന്നെ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.